എൻ്റെ ചെറുപ്പകാലത്തൊക്കെ കണ്ണീറ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് വീണ് നട്ടു, ഭയങ്കര ഒരു ഭയം പോലെ. അപ്പം ഞാനും മനസ്സിലാക്കിയതൊരു പേടിക്കേണ്ട മനസ്സിലാണ്. ഒരു മാത്ത് പള്ളിയിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മൈക്ക് വെച്ചിട്ടാണ് പറയുന്നത്, കണ്ണീരത്ത് അഹമ്മദിനെ തെറ്റ് പറ്റിയിരിക്കും. അപ്പോഴാണ് എൻ്റെ കണ്ണിൽ വെള്ളം നിറയുന്നത്. തിരൂർ ആ ഭാഗത്തുനിന്ന് ഒരു 20 വയസ്സിലെ താഴെയുള്ള ഒരു യുവതി, ഒരു പാമ്പ്, ഒരു മൂർഖം പാമ്പ് അവളെ ഒന്നായിട്ട് ചുറ്റി. കുറച്ച് നേരം കഴിഞ്ഞാൽ ഞാൻ സാലിഹ എന്ന് എന്നോട് ആര് പറഞ്ഞു എന്ന്. ഈ വരുന്ന ആൾക്കാരൊക്കെ കണ്ണിയത്ത് ഉസ്താദ് സാലിഹ മനുഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ദ്വാരിക്കാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് വഴന്ന് പറഞ്ഞുണ്ടാക്കി സ്ത്രീകളുടെ ആഭരണങ്ങളൊക്കെ പണയപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ടാക്കിയ മദ്രസ സമസ്ത കൊടുക്കാൻ ഞങ്ങളില്ല, ഞങ്ങൾ പോയിക്കോളി മൊഴിയാരെന്ന് പറഞ്ഞ കാലാണ് അന്ന്. മദ്രസാധ്യാപനം 25 രൂപ എന്നൊക്കെ പറഞ്ഞ വലിയ ശമ്പളമാണ് അക്കാലത്ത്. അന്ന് വിദ്യാഭ്യാസ ഓഫീസിൽ ഞാൻ വരുന്ന കാലത്ത് ഒരു ഏകാംഗ ക്ലർക്കാണ് ഉണ്ടായിരുന്നത്, മൂസ മുസ്ലിയാർ. അദ്ദേഹം കൺവെർട്ടഡാണ്. അദ്ദേഹം തീർത്ഥാല ഒരു കുടുംബത്തിൽ ജനിച്ചതാണ്. SLC അന്നത്തെ SLC വരെയൊക്കെ പഠിച്ചു. അങ്ങനെ എന്താ പ്രശ്നം ഉണ്ടായി. അദ്ദേഹം നാട് വിടാനുള്ള കാരണം അജ്ഞാതമാണ്. അദ്ദേഹം കുറച്ചൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. കുറേയൊക്കെ അദ്ദേഹം അങ്ങനെ പോയി കാസർഗോഡ് ഒരു മരക്കമ്പനിയിൽ കണക്ക് എഴുതാൻ വേണ്ടി നിന്ന് ആ കാലത്ത് മുസ്ലിം ആകാൻ വേണ്ടി തീരുമാനമെടുത്ത് അങ്ങനെ അവിടെ നിന്നാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. നല്ല ബുദ്ധിയായിരുന്നു അന്ന്. പെട്ടെന്ന് എന്തും പഠിക്കും, ഒരിക്കൽ കണ്ടാൽ അതൊന്നും ഓർമ്മ ഉണ്ടാവും. അങ്ങനെ ചുരുക്കത്തിൽ അദ്ദേഹം പിന്നെ അവിടുന്ന് പോന്ന് മലപ്പുറത്തെ ഇടവരത്തിൽ കുറച്ച് നിന്നു. അങ്ങനെ കുളപ്പറമ്പ്, മേലാറ്റൂരിൻ്റെ അപ്പുറത്ത് കുളപ്പറമ്പ് എന്ന സ്ഥലത്ത് നിന്ന് അവിടെ ഒരു മല്ലാക്ക എന്നുള്ളവരും പറയൽ, അദ്ദേഹത്തിൻ്റെ മകളെ വിവാഹം ചെയ്തു. അങ്ങനെ താമസം അവിടെ. ആ കാലത്ത് സി കുഞ്ഞാമത് മുസ്ലിയാർ വിദ്യാഭ്യാസ ബോർഡിലെ റീജിയണൽ മുഫ്തി CK എന്നാണ് വിളിക്കൽ. അതായത് അടുത്ത കാലത്ത് ജമിയത്തുൽ പ്രസിഡൻ്റായിരുന്ന C കോയക്കുട്ടി മുസ്ലിയാരുടെ ജ്യേഷ്ഠൻ. അദ്ദേഹം വിസിറ്റിൽ ചെന്നപ്പോൾ ആ മദ്രസ അത്യാവശ്യം തെറ്റില്ലാത്തൊരു മദ്രസയാണ്. അവിടെ ഒരു മൂസറുണ്ട്, അദ്ദേഹം നല്ല കയ്യെഴുത്താണ്, കണക്കിലും മറ്റു കാര്യങ്ങളൊക്കെ നല്ല മഹാറത്തുള്ള ആളാണ് എന്ന് ഉസ്മാൻ സാഹിബിനോടും KK അബ്ദുൽ മൗലവിയോടും ഒക്കെ പറഞ്ഞു. എന്നാൽ ഒരു ദിവസം വരേണ്ടി വന്നു. അങ്ങനെ വന്ന് അദ്ദേഹം 1964 വരപ്പണ്ണങ്ങാടി ഓഫീസിൽ വരുന്നത്. അദ്ദേഹം അവിടെ തന്നെ താമസിക്കലും ഈ TK അബ്ദുൽ മൗലവിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് അവിടെ തന്നെ താമസിക്കും. ഞാൻ ചെല്ലുന്നത് 68 ഞാൻ അവിടെ എത്തുമ്പോൾ അദ്ദേഹം മാത്രമേ ഉള്ളൂ. പിന്നെ ചിലപ്പോഴേ ഒന്ന് ആ മദ്രസയിലെ സദർ മുഅല്ലിമായ ഒരു AP മുഹമ്മദ് മുസ്ലിയാരുണ്ട്, കക്കാടംപുറം കൊടുവായൂരുള്ള. അതേപോലെ അവിടുത്തെക്കാരൻ തന്നെ ആലി മുഹമ്മദ് മാഷ് എന്നുള്ള ആളുണ്ട്. ഇവരൊക്കെ ഈ ആലി മുഹമ്മദ് മാഷൊക്കെ സ്കൂൾ ഹെഡ് മാഷാണ്. സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ കുറേ അവിടെ ഉണ്ടാവും സഹായത്തിന്. സ്കൂൾ വിട്ട് വന്നിട്ട് ചിലപ്പോൾ 4-2 വയസ്സ് ഉണ്ടാകും. അന്ന് ഞങ്ങളൊക്കെ പ്രവർത്തനം, എനിക്കവിടെ പാർട്ട് ടൈം ജോലിയാണ് അന്നുള്ളത്. എന്ന് വെച്ചാൽ അവിടെ നജ്മുൽ ഹുദ മദ്രസ എന്നുള്ള മദ്രസ ഉണ്ട്, മദ്രസ ഒന്നുമുണ്ട്. ആ മുദ്രസയിലെ ഒരു അധ്യാപകനാണ്. രാവിലെ 2 മണിക്കൂർ അവിടെ ജോലിയുണ്ട്. ബാക്കിയുള്ള 24-22 കഴിച്ചിട്ട് 5-6 മണിക്കൂറൊക്കെ ഉറങ്ങാനുണ്ടാവും. ബാക്കി സമയം മുഴുവനും അവിടെ ജോലി ചെയ്യൽ തന്നെയാണ്. സമയത്ത് പോയി ഈ TK അബ്ദുൽ മൗലവിയുടെ ചെയർമാനാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കും. തൊട്ടടുത്തൊരു പള്ളിയുണ്ട്, അവിടുത്തെ ജമാഅത്തായിട്ടുണ്ട്, 5 വക്ത് നിസ്കരിക്കും. ബാക്കി സമയം മുഴുവനും വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രവർത്തനത്തിൽ തന്നെയാണ് ഉണ്ടാവുക. അന്ന് ചേരൻ എനിക്ക് ഒരു ദിവസം 2 രൂപ, അതായത് മാസത്തിൽ 60 റുപ്യ വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഓഫീസിൽ നിന്നും 25 റുപ്യ മദ്രസയിൽ നിന്നുമാണ് അന്ന് കിട്ടിവരുന്നത്. മദ്രസാധ്യാപനം 25 റുപ്യ എന്നൊക്കെ പറഞ്ഞ വലിയ ശമ്പളമാണ് അക്കാലത്ത്. അങ്ങനെ 85 റുപ്യയായി. പക്ഷേ അന്നത്തെ 85 മതി, ഇന്നത്തെ 80,000 പക്ഷേ അന്ന് 85 റുപ്യ ഒരു മാസം ചിലവൊക്കെ കഴിച്ച് കിട്ടുന്ന ഒരു, നമ്മളെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു മദ്രസ അധ്യാപകൻ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷെ അന്നുള്ള വിശേഷത ഇതായിരുന്നു. അതായത് ഈ ദീനീ പ്രവർത്തനം എന്ന നിലയിൽ വിദ്യാഭ്യാസ ബോർഡ് അതൊക്കെ അന്നും ഇന്നും ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് മാ അന അലൈഹി വ സഹാബി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഒരു വിഭാഗം സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിന് കീഴടക്കമാണ് എന്ന് ഉറപ്പിച്ച് അന്ന് മുതൽക്ക് ഇന്ന് വരെ മനസ്സിൽ വിശ്വസിച്ച് ഉറപ്പിച്ചു വരുന്നതാണ്. അപ്പോൾ അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും ഞങ്ങളിൽ നിന്ന് വാക്കും പ്രവൃത്തിയും ഉള്ളവർ. ആ കാരണത്താൽ തന്നെ ഇത്രയും കാലം ഞാൻ ഇവിടെ ജോലി ചെയ്തിട്ട്
എല്ലാ പ്രവർത്തനത്തിലോ അല്ലെങ്കിൽ വാക്കിലോ ഒന്ന് ഏറിപ്പോയി അല്ലെങ്കിൽ കുറഞ്ഞു പോയി, അല്ല ഒരു കത്ത് എഴുതിയിട്ട് അങ്ങനെ അല്ല എഴുതിയിരുന്നത്, അല്ല ആ വാചകം തെറ്റിപ്പോയി എന്നൊന്നും പറയുന്നതായിട്ട് ചില കേട്ടിട്ടില്ല. ഞാൻ കേൾക്കായിട്ടോ സംഭവിക്കായിട്ടോ അറിയില്ല. അതെൻ്റെ മാഹാത്മ്യമല്ല. ഞാൻ സംഘടനയിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുകയും നേതാക്കന്മാരുടെ ആ പാത തന്നെ പിൻപറ്റി ജീവിക്കണമെന്ന് ഉറപ്പിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ അനുഗ്രഹിച്ചതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പരീക്ഷ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നിലവിലുള്ള പൊതുപരീക്ഷാ സിസ്റ്റം ഉണ്ടല്ലോ, അത് വാസ്തവത്തിൽ ഒരു കറാമത്തിൻ്റെ സിസ്റ്റമാണ്. എന്ന് വെച്ചാൽ അന്ന് ഈ TK അബ്ദുള്ള മൗലവി എന്ന് പറയുന്ന പരീക്ഷാ ബോർഡിൻ്റെ ചെയർമാൻ, അന്ന് ഈ പാദവാർഷികമൊന്നും അന്നില്ല, ഒരു അരക്കൊല്ലും ഒരു വാർഷികം, 2 പരീക്ഷകളാണ്. അപ്പോൾ പരീക്ഷ ഏർപ്പെടുത്തിയ ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല, അവിടെ രേഖയിലുണ്ട്. ഈ പരീക്ഷ ഏർപ്പെടുത്തിയപ്പോഴേ അതിനാവശ്യമായ സർക്കുലർ ഉണ്ടാക്കിയത് ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കണതാണ്. അത് അന്ന് ഇന്നത്തെ പോലെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ബാക്കിയുള്ളതൊന്നുമില്ല. അന്ന് മുഴുവനും കൈകൊണ്ട് എഴുതിയുണ്ടാക്കലാണ്. അപ്പോൾ ആ ഇല്ലായ്മയിൽ നിന്നും ആ ഉണ്ടാക്കിയ ആ സിസ്റ്റത്തിൽ നിന്ന് അതിൻ്റെ അസല് ഒറിജിനലി ഇന്നും മാറിയിട്ടില്ല. ഇന്ന് കൈകൊണ്ട് ചെയ്യുന്നത് കുറേ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടിയായി എന്ന് മാത്രം. അതുകൊണ്ടാണ് ഞാൻ കറാമത്തിൻ്റെ ഇതാണ് പറഞ്ഞത്. കാരണം സ്കൂളിലോ അല്ലെങ്കിൽ അതുപോലെ സ്ഥലങ്ങളിലൊന്നുള്ള പകർത്തിയതല്ല. അതൊക്കെ നോക്കിയിട്ടുണ്ടാവും അന്ന്. സ്കൂളത്തോ കോളേജിലോ ഒക്കെ ടൈം ടേബിളുകളും പരീക്ഷാ സമ്പ്രദായവും ഒക്കെ അന്ന് പഠിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇവിടെ നടപ്പിൽ വന്നത് അതൊന്നും അല്ലാത്ത ഒരു കോപ്പിയാണ്. എന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കലും എന്നൊക്കെ നേരിൽ കയ്യോടെ കൊണ്ടുപോയി കൊടുക്കലാണ് അധികവും. വളരെ കുറച്ചാണ് പോസ്റ്റലായിട്ട് വരിക. വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ആ സൂപ്പർവൈസർമാരെ നിയമിക്കലും ഈ പരീക്ഷ കാലങ്ങളിലൊക്കെ എത്തിയാൽ അന്ന് റീജിയണൽ മുഫ്തിഷ്മാർ തന്നെ 2 പേരുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് വടക്കോട്ട് കാസർഗോഡ് വരെ ഒരു മേലോട്ടം വഹിക്കുന്ന പ്രധാന കാര്യങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ അത് അന്വേഷിക്കുക, പരിഹാരം കാണുക, അതിന് ആരെങ്കിലും നേതാക്കന്മാരെ വേണമെങ്കിലും അവരെ കൊണ്ടുപോയിട്ട് തീർക്കുക. പുതുതായി വരുന്ന മദ്രസകൾ ആദ്യത്തെ പ്രഥമ വിസിറ്റ് നടത്തുക, മദ്രസകളിൽ അംഗീകരിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ അംഗീകരിപ്പിക്കുക. അപ്പോൾ അങ്ങോട്ട് വടക്കോട്ട് CT അഹമ്മദ് കുട്ടി മൗലവി എന്ന് പറഞ്ഞിട്ട് ഉഗ്രാവർത്തുകാരൻ ഒരാളും, തെക്കൻ ബാബറും തെക്കോട്ടുള്ള ഭാഗങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ കുഞ്ഞാമൻ മുസ്ലിയായിരുന്ന CK എന്ന ആളുമാണ്. അന്നത്തെ കഥ എന്നൊക്കെ പറഞ്ഞാൽ വെള്ളിയാഴ്ച ജുമാഅക്ക് പോയി സമസ്തയുടെ മഹാത്മ്യങ്ങളൊക്കെ പറഞ്ഞു ഒരു ഫോറം കൊടുത്താൽ അവർ പറയും, ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് വഴന്ന് പറഞ്ഞുണ്ടാക്കി സ്ത്രീകളുടെ ആഭരണങ്ങളൊക്കെ പണയപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ടാക്കിയ മദ്രസ സമസ്തക്ക് കൊടുക്കാൻ ഞങ്ങളില്ല, ഞങ്ങൾ പോയിക്കോളി മൊഴിയാരെന്ന് പറഞ്ഞ കാലാണ് അന്ന്. അങ്ങനെ ആ കാലത്ത് അവർ നടന്നിട്ടാണ് ഉണ്ടാക്കുന്നത്. അന്നത്തെ ത്യാഗം എന്ന് പറഞ്ഞാൽ മർഹൂം ഉസ്മാൻ സാഹിബ് ഒരു അൽബയാൻ മാസിക ഉണ്ടായിരുന്നു, അറബി മലയാളത്തിലുള്ള. അത് വാളക്കുളത്തുനിന്ന് ആയിരുന്നു അതിൻ്റെ കാര്യങ്ങൾ. അത് പിന്നെ എൻ്റെ അച്ചടി പരപ്പനങ്ങാടി നിന്നാക്കി. ഇവിടുന്ന് ലേഖനങ്ങളായിട്ട് നടന്ന് അദ്ദേഹം വാളക്കുളം വരെ പോയി മർഹൂം അബ്ദുൽ ബാരി അവരുകളെ ആ ലേഖനങ്ങൾ കാണിച്ചു, ഒക്കെ തിരുത്തി അതുമായിട്ട് നടന്നിങ്ങോട്ടും പോരും. അങ്ങനെയാണ് അന്നത്തെ പ്രവർത്തന ശൈലി. പൂക്കോയത്തങ്ങളെ ഓർമ്മ എന്ന് പറഞ്ഞാൽ വല്ലാതെ തന്നെ പോലത്തെ ഒരാളുടെ സമയം അദ്ദേഹത്തിന് കിട്ടാറില്ലല്ലോ. വളരെ ചുരുങ്ങിയ ചില സന്ദർഭത്തിൽ മാത്രമേ അദ്ദേഹവുമായി, അതായത് ഉദാഹരണം, ഒരു ദിവസം കളിയാട്ടമുക്ക് പള്ളി കമ്മിറ്റി മഹല്ല് കമ്മിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു യോഗത്തിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് 2 ചേരികളായി. അങ്ങനെ അവിടെ മസ്ലഹത്തിന് വേണ്ടി അവരുടെ അവറാൻ കുട്ടി എന്നിട്ട് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഒരു അപേക്ഷ കൊടുത്തു വിദ്യാഭ്യാസ ബോർഡിലേക്ക്. വിദ്യാഭ്യാസ ബോർഡിലെ യോഗത്തിൽ വെച്ച് 2-3 ആളെ അത് അന്വേഷിച്ച് മസ്ലഹത്താക്കാൻ വേണ്ടി തീരുമാനിച്ചു. വർഷം ഓർക്കുന്നില്ല. KV കൂറ്റനാട് മർഹൂം KV സദഖത്തുൽ മുസ്ലിയാർ, ഉസ്മാൻ സാഹിബ്, ഒരാളും കൂടി ഉണ്ട് അതിന് അധികാരപ്പെടുത്തി. അതിന് മസ്ലഹ അവിടെ കൂടാൻ വേണ്ടി ഒരു ദിവസം തീരുമാനിച്ചു. ആ ദിവസത്തേക്ക് ക്ഷണിക്കാൻ വേണ്ടി മർഹൂം ഉസ്മാൻ സാഹിബ് എന്നോട് പറഞ്ഞു, നമ്മൾ പോയിട്ട് പാണക്കാട് തങ്ങളടുത്ത് പോയിട്ട് വിവരം പറയാം, എന്നിട്ട് അവിടുന്ന് ഒരു കത്ത് വാങ്ങിച്ചോളല്ലേ സദഖത്തുൽ മുസ്ലിയാർക്ക് കൊടുക്കാൻ. ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ട് മറുപടി തരികയാണെങ്കിൽ വാങ്ങിച്ചോളി, അല്ലെങ്കിൽ വിവരം പറയണമെങ്കിൽ അത് കേട്ട് പോരിയെന്നാണ്. ഞാൻ ഇവിടുന്ന് ചെന്നപ്പോഴേ പാണക്കാട് ആ മുറ്റം നിറയെ ആൾക്കാരുണ്ട്. മർഹൂം തങ്ങളാപ്പ ആ വരാന്തയിലൊരു വട്ടമേശിട്ടിട്ട് ഇരിക്കുന്നതിന് ചുറ്റും ആളുകൾ പൊതിഞ്ഞിക്കണം. ഞാനിങ്ങനെ സൈഡിൽ കൂടെ പതുക്കെ പോയിട്ട് അഹമ്മദാജി എന്നുള്ള ആളുണ്ടായിരുന്നു അവിടെ. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി സലാം പറഞ്ഞ ആളോത്തിൽ എന്താ കുട്ടിയേ വിവരം പറഞ്ഞു. എന്നെക്കൊണ്ട് യാതൊരു വീട്ടില്ല ഇവിടെ കൂടെ ഇറങ്ങിക്കൂടിയാണ്. അങ്ങനെ അന്നേരം അലവിയോ എന്നിട്ട് പറഞ്ഞിട്ട് ഒരാളുടെ ഇടയ്ക്ക് ചായ കൊടുത്തു നടക്കും. അതുകൊണ്ട് അത് കുടിച്ച് അതിൻ്റെ ഇടയ്ക്കുണ്ട് അമാജിനെ വിളിക്കുന്നു.
തങ്ങൾ അമ്മാതിനെ വിളിച്ചിട്ട് പറയും, ആ കുട്ടീനോട് പോയിട്ട് ഞാൻ പറഞ്ഞിരുന്ന പറയും കത്തൊന്നും വേണ്ട. എന്നോടാന്ന് എനിക്കിട്ട് അറിയില്ല. കേട്ടപ്പോൾ ഒരു നിലക്കും തങ്ങളിനെ കാണാനുള്ള സാധ്യത അല്ല. ഈ ലാഹിരിയായ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടാവില്ല തന്നെയാണ് പൂർണ്ണമായിട്ട് അന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നോട് എൻ്റെ കാര്യമല്ല പറഞ്ഞത്. അപ്പോൾ അമ്മ അല്ല, നിങ്ങളോട് തങ്ങൾ പറഞ്ഞാൽ മതി, കത്തൊന്നും വേണ്ട പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ കണ്ണിൽ വെള്ളം നിറയുന്നത്. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ കൂടെ പോയിട്ട് ഇങ്ങനെ കാണുന്നിടത്തെത്തിയപ്പോൾ ഒരു സലാം പറഞ്ഞു. അപ്പം നിങ്ങൾ പോയിക്കോളിട്ടോ ഞാൻ പറഞ്ഞിരുന്ന പറയും. പക്ഷെ അവിടെ ഇരുന്നിട്ട് ചെറിയൊരു കഥ അന്ന് അവിടുന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് ഞാൻ അവിടെ ചെല്ലുന്നതിൻ്റെ 3-4 ദിവസം മുമ്പ് തിരൂർ ആ ഭാഗത്തുനിന്ന് ഒരു 20 വയസ്സിലെ താഴെയുള്ള ഒരു യുവതി, ഒരു പാമ്പ്, ഒരു മൂർഖം പാമ്പ് അവളെ ഒന്നായിട്ട് ചുറ്റി. പലതും അവർ നോക്കി, ഒരു രക്ഷയില്ല. പിന്നെ ആരോ പറഞ്ഞു, അടുത്തേക്ക് എത്തുമ്പോഴേക്കും അത് മുറുകും, അപ്പോഴേക്കും ഇവിടെ കരിയും. അങ്ങനെ പാണക്കാട് കൊണ്ടുവന്ന് എന്നും അങ്ങനെ അവിടെ കൊണ്ടുവന്ന് ആ മുറ്റത്തവിടെ നിർത്തിയെന്നും തങ്ങൾ ചിരിച്ചുകൊണ്ട് അകത്ത് പോയി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒരു കപ്പിൽ കുറച്ച്, അങ്ങനെ പതിവ് ഇപ്പോഴും ഇവർക്കും ഉണ്ട്, അത് പള്ളുകൾക്കും ഒരു കപ്പിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് അത് കൈകൊണ്ട് ഇങ്ങനെ കുടഞ്ഞ് എന്നും. ആ സമയത്ത് ആ തെക്കേ ഭാഗത്ത് ആ മതിൽമെന്ന് 2 കീരികൾ ചാടി ഇതിൻ്റെ അടുത്തേക്ക് വന്നു. പാമ്പ് വടക്കോട്ട് ആ തെങ്ങുന്തോട്ടത്തിലേക്ക് ഓടി മറന്നു. അതിൻ്റെ ബാക്കിൽ ആ കീരിയാട് പോയി എന്നൊരു കഥ ഞാൻ അന്ന് അവിടുന്ന് ഒരാൾ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. പിന്നെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് കന്യാസ്ത്രീയെ സംബന്ധിച്ച് അനേറ്റൊരു ബന്ധം പറഞ്ഞാൽ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ കണ്ണീറ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നും നട്ടു, ഭയങ്കര ഒരു ഭയം പോലെ. അപ്പം ഞാനും മനസ്സിലാക്കിയിട്ടൊരു പേടിക്കേണ്ട മനുഷ്യരാണ്. ആ നിലക്ക് അദ്ദേഹം ഉള്ളിടത്തേക്ക് എങ്ങനെങ്കിലും ഞാൻ എൻ്റെ മനസ്സിലുള്ള എന്താ, അദ്ദേഹം ഒരു കാര്യപ്പെട്ട ആൾ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതമില്ലാതെ എന്തെങ്കിലും പറഞ്ഞു പോയെങ്കിൽ എൻ്റെ ഭാവി നഷ്ടപ്പെടുന്നുള്ള ഭയമാണ് അന്നുണ്ടായിരുന്നത്. അവസാന കാലം കുറേശ്ശെ അടുത്തു നല്ലോണം അടുത്തു. അദ്ദേഹത്തിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒന്ന്, അദ്ദേഹം പറയുന്നതിന് നേരെ എതിരെ നമുക്ക് പറയാം, ഒരു കുഴപ്പമില്ല. പക്ഷേ അത് നമുക്ക് സമർത്ഥിക്കാൻ കഴിയണം, അത്രേ ഉള്ളൂ. ഒരു ഉദാഹരണം, ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി. അദ്ദേഹത്തിൻ്റെ വഫാത്തിൻ്റെ 4 വർഷം മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. സാധാരണ നമ്മൾ എന്നാൽ കൈ പിടിക്കേണ്ട, സലാം പറഞ്ഞ് പോയാൽ മതി എന്ന് പറയും. അതേ സമയത്ത് അഹ്ലുബൈത്താണെങ്കിലോ കയ്യും കാലും ഒക്കെ പിടിക്കലോ ഒരു കുഴപ്പമില്ല. അഹ്ലുബൈത്തിൽ ഭയങ്കര ബഹുമാനമുള്ള. ഒരു ദിവസം ഞാൻ അവിടെ ചെന്ന് ഇതൊക്കെ പറഞ്ഞ് എന്നൊക്കെ തന്ന് പോകാൻ നേരത്തെ ഞങ്ങൾ കൈ നീട്ടിയാൽ പറഞ്ഞു, എന്നോടല്ലേ കൈ പിടിക്കണ്ടെന്ന് പറഞ്ഞു സലാം പറഞ്ഞ് പോയാൽ മതിയോ. ഞാൻ അങ്ങനെ താഴെ അവിടെ ഇരുന്നു. ഒമ്പരങ്ങ് തപ്പിയൊക്കെ ഞാനുണ്ടാകും. ചെന്ന് അവിടെ കുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു, എനിക്ക് ആ കൈ കിട്ടണം വീട്ടിൽ. എന്നോടല്ലേ പറഞ്ഞു കൈ പിടിക്കണ്ട. ഞാൻ പറഞ്ഞു, കണ്ണീർ പറയുന്നതും കേട്ടാണ്, അതുപോലെ ഇവരുള്ള ആൾക്കാരൊക്കെ പറയുന്നതും കേട്ട് സ്വാലിഹ്യങ്ങളെ കൈ പിടിക്കൽ സുന്നത്താണ്, മുസാഫാത്ത് ചെയ്തത് സുന്നത്താണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. കുറച്ചേരം കഴിഞ്ഞാൽ ഞാൻ സാലിഹാന്ന് എന്നോട് ആര് പറഞ്ഞു എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അത് ശരി, സാലിഹ അല്ലെങ്കിൽ ഇങ്ങോട്ട് ആരെങ്കിലും വരുമോ? ഈ വരുന്ന ആൾക്കാരൊക്കെ കണ്ണീർ സാലിഹ മനുഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ദ്വാരിക്കാതെ പറഞ്ഞിട്ടാണ് അങ്ങോട്ട് വരുന്നത്. ഞാനും ബന്ധം അങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ ഒരാര് വരാനാണ് പറ്റില്ല. കുറച്ചേരം ഉണ്ടാകുന്ന നേരെ ഇന്നെന്നാലെയാണ് അതിലേക്കിൻ്റെ കയ്യല്ല വേണ്ടത്, ആകെ കരഞ്ഞു കഴിയാൻ. ആ കൈ പിടിച്ച് കുറച്ചേരം തോന്നിച്ച് വെള്ളപ്പാറ പള്ളിയിൽ, ഇന്നത്തെ ആ ടൗൺ പള്ളി ആദ്യമുണ്ട്, ഇപ്പോഴും പള്ളി 4 ഇപ്പോൾ 4 കൂട്ടർക്ക് 4 ആയി. ഒരു അറബി മീഡിയം ഉണ്ട്, ഒരു ഇംഗ്ലീഷ് അല്ല മലയാളം മീഡിയം 2 ഉണ്ട്. പിന്നെ ഒരു മലയാളം മീഡിയം ഇനിയിപ്പോൾ അറബി തന്നെ ആയി മാറിയത്. ഏതായാലും നേരത്തെ ഉണ്ടായ ആ ടൗൺ പള്ളി അവിടെ ജുമാ നിർത്താൻ വേണ്ടി എടന്നപ്പാറ അങ്ങാടിയിലുള്ള കുറച്ച് കാരണന്മാർ മാണ്ടൂന്ന് മഹല്ല് കൂടിയ സെൻറ്ററിലാണ് ആ പള്ളിയുള്ളത്. കണ്ണിയത്ത് ഉസ്താദിൻ്റെ അടുത്ത് ചെന്നപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, അവിടെ ജുമാ പറ്റില്ല കേട്ടോ, അവിടെയുള്ള ആളുകൾക്കൊക്കെ കാമശ്ശേരിക്ക് പോകാം, ചാലിയപ്പുറത്തേക്ക് പോകാം, ചേക്കോടുക്ക് പോകാം, എന്തിനാ പാടെ ജുമാ ആയിട്ടില്ല. തിരിച്ചു പോന്നു. പിന്നെ അവർ മലയിൽ വീരാവുട്ടി മുസ്ലിയാർ മഹാപണ്ഡിതനുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി. അദ്ദേഹം അവിടെ മാർത്താലുണ്ട്, കോഴിക്കോടൊക്കെ എത്ര ജുമയുണ്ട്, അവിടെ മാർത്താൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ നോക്കൊന്നും വരാണ്ട സ്ഥലമുണ്ട്, ഞങ്ങൾ വരണം, ഞാൻ വരാം. അങ്ങനെ ഒരു വെള്ളിയാഴ്ച അത് മലയിൽ വീരേണ്ടില്ല, അവിടെ വന്നു ജുമ. അപ്പോൾ അത് കേട്ടപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, മലയിൽ ബീരാൻകുട്ടി മുസ്ലിയാർ അറിവുള്ള ആളാണ്, പണ്ഡിതനാണ്, പക്ഷേ ഇവിടെ അദ്ദേഹത്തിന് തെറ്റി, അവിടെ ജുമാ സഹിയല്ല. മലയിൽ ബീരാൻകുട്ടി മുസ്ലിയാരും അദ്ദേഹം തുടർന്ന് നിസ്കരിച്ച ആളുകളും ളുഹുർ ഖളാ കിട്ടുന്നു. അങ്ങനെ പിന്നെ കുറേ ചർച്ചകൾ എല്ലാവരും കൂടിയാൽ പിന്നെ തന്നെ പറയാം. അത് കഴിഞ്ഞതിന് ശേഷം മലയിൽ ബീരാൻകുട്ടി മുസ്ലിയാർക്ക് ഒരു വഴന്ന് വെച്ച് 2 ദിവസം ഉടനെപ്പാറ അങ്ങാടിയിൽ അങ്ങനെ ഇരുന്നിട്ട് കുറേ കിതാബുകൾ വെച്ചിട്ട് ജുമാ സംബന്ധിച്ച
അത് കഴിഞ്ഞ് പിന്നെ 2-3 ആഴ്ച കഴിഞ്ഞ ശേഷം കണ്ണിയത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മോനൊരു ഇസ്മായിൽ മുസ്ലിയാർ എന്നൊരു ആളുണ്ടായിരുന്നു. ഇപ്പോഴുള്ള അബ്ദുറഹിമുല്ലാറെ ജ്യേഷ്ഠൻ അനുജൻ ഹജ്ജിൽ പോയിട്ട് അവിടെ നിന്ന് വഫാത്തായി പോയതാണ്. അയാളെ വിളിച്ച് പറഞ്ഞു ഇടവണ്ണപ്പാറ പോകണം, വഴന്ന് പറയണം. അങ്ങനെയുള്ളവിടെ വന്ന് ഇവിടെ വന്ന് ഇപ്പം ജീവിച്ചിരിപ്പുള്ള ഒരു ഉണ്ണീനാജിയുണ്ട് മധുരക്കുഴി, റഹ്മാ മധുരക്കുഴി എന്ന ലേഖനം കാണാം. റഹ്മാ മധുരക്കുഴി ജമാഅത്തുകാരനാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഒരു ഉണ്ണീനാജിനെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു ഒരു സ്പീക്കർ വേണം, വഴന്ന് പറയണം. ഇടവണ്ണപ്പാറങ്ങളിൽ അന്ന് ഒറ്റ സ്പീക്കർ സെറ്റേ ഉള്ളൂ, വേറെ പള്ളിയിലും മദ്രസയിലൊന്നും സ്പീക്കറിൻ്റെ കാലമല്ലേ. അങ്ങനെ സ്പീക്കറെ കൊണ്ടുവച്ച് ജമാഅക്ക് ബാങ്ക് കൊടുത്തതിൻ്റെ ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അദ്ദേഹം സ്പീക്കർ എടുത്തേക്കാൻ പറഞ്ഞ് ഓൺ ചെയ്ത് അല്ലാഹു മലായികത്തു യുസല്ലൂന അലൻ നബി എന്ന് പറഞ്ഞ ആയത് ഓതി വെച്ചു. അതിൻ്റെ അർത്ഥമൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ പറയുന്നത് മലയിൽ ബീരാൻകുട്ടി മുസ്ലിയാർ പറഞ്ഞതാണ് ഹക്ക്. കണ്ണിയത്തിക്ക് നയിച്ചിട്ട് പറഞ്ഞോളെ, ഞാൻ കണ്ടതല്ല കേട്ടോ. പിന്നെ കണ്ണിയത്ത് അഹമ്മദിന് തെറ്റ് പറ്റിയിരിക്കുന്നു, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ആ മനുഷ്യൻ്റെ ഖലാസാണത്. ഒരു ജമാഅത്ത് പള്ളിയിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മൈക്ക് വെച്ചിട്ടാണ് പറയുന്നത്, കണ്ണിയത്ത് അഹമ്മദിന് തെറ്റ് പറ്റിയിരിക്കുന്നു, നിങ്ങൾ ക്ഷമിക്കണം. ഇതിപ്പോൾ ബാക്കിയുള്ള കാര്യം അങ്ങനെ തന്നെയാണ്. ദർശ നടത്തുന്ന കാലത്തൊക്കെ ഇബ്നു ഹജർ പിന്നെ അവിടെ തിരിഞ്ഞില്ല എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ എവിടെ നിന്നാണോ അത് മനസ്സിൽ വരുന്നത് അവിടെ നിന്ന് അവിടെ വിളിച്ച് പറയുന്നത്. അത്രയും ഇന്ന് പറഞ്ഞ ഒന്നിനും പറ്റാതെ ഞാനെന്ന് വിചാരിക്കുക. ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ അതിൻ്റെ പൈസ കൂടുക എന്നല്ലാതെ അതിൻ്റെ അടുത്ത് തെറ്റിപ്പോയിട്ട് ക്ഷമിക്കണമെന്ന് ആരും ഇപ്പം അടുത്ത കാലത്തൊന്നും ആരും പറഞ്ഞു ഞാൻ കേട്ടില്ല. ഞാൻ കേൾക്കായിട്ടാണോ പറയായിട്ടാണോ അറിയില്ല. രണ്ട് ദീർഘയാത്രക്കുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. 91 എൻ്റെ ഓർമ്മ. മംഗലാപുരത്ത് വെച്ച് വലിയൊരു സമ്മേളനം ഉണ്ടായിരുന്നു. കുറേ കേരളക്കാരും കുറേ കർണാടകക്കാരും ഒക്കെ കൂടിയിട്ട്. ആ സമ്മേളനത്തിന് ദുആക്ക് മർഹൂം കണ്ണിയത്ത് ഉസ്താദിനെയാണ് നിശ്ചയിച്ചത്. കൊണ്ടു ചെല്ലാൻ വേണ്ടി ഉസ്മാൻ സാഹിബ് എന്നെ ഏൽപ്പിച്ചു. ഞാൻ ഇവിടെ നിന്ന് ഒരു കാറ് ചേളായിരുന്നൊരു ഒരുത്തൻ്റെ ഒരു കാറ് എടുത്തിട്ട് ഇവിടുന്ന് ഒരു വീട്ടിൽ പോയി വന്നു. അതെന്നോട് തന്നെ ധാരാളം കാറ് ഏതാദ്യം എന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞു. ഇവിടുന്ന് പോയിട്ട് എന്നാൽ അവിടെ എത്തിയതിന് ശേഷം അവിടെ അടിച്ചിടയ്ക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കും. അത് നല്ല നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും പറയുന്നു. ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നല്ല, അവനവിടെ ഓൻ പറയട്ടെ എനിക്ക് കിട്ടി എന്ന്. അങ്ങനെ ഞാൻ ചെന്ന് കിട്ടി എന്ന് പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ആ ചായ ക്ലാസ് എടുക്കുന്നത്. ഭൗതിക കാര്യങ്ങളിലും അദ്ദേഹം റയീസുൽ മുഹഖിഖ് തന്നെയാണ്. ഷംസുൽ ഉലമ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അവിടെ ഓതിപ്പടിച്ച അവിടുത്തെ മുതഅല്ലിമീങ്ങളായിരുന്നു ഒരു കാലത്ത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വാഹനങ്ങൾ പോകാത്ത കാലം. ഇതിൽ കൂടെ ചവിട്ടുവഴിയാണ് ഒരു മാർഗം. മറ്റൊന്ന് ആ വയലിൽ കൂടി തോട്ടുരുമത്ത് കൂടി കയറി വരുന്നതാണ് ഒരു മാർഗം. പുറത്തുനിന്ന് വരുന്ന ആളുകളൊക്കെ അവിടെ ഒരു കാർബോർഡ് പോലെ എഴുതി വെച്ചിരുന്നു. ആ ഏറോ മാർക്ക് കണ്ട് അതിനെ തന്നെ കണ്ണിയത്ത് ഉസ്താദിൻ്റെ വീടിൻ്റെ അടുത്ത് വരെ വരാറുണ്ടായിരുന്നു. ആ നാട്ടിലുള്ള എല്ലാ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഒരേപോലെ അദ്ദേഹത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു.